വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു ജിക്സർ ബെൽറ്റ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡാക്കി മാറ്റാം എന്നൊരു ചെറിയൊരു പോസ്റ്റർ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണെന്ന് അറിയാമോ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളാണ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡാക്കി മാറ്റുന്നതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവിൻ്റെ ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പകർപ്പിൽ നൽകിയിരിക്കുന്ന മേജറായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ PVC ഓർ PET-G കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിന് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർമാർക്കും നിർദ്ദേശം നൽകണമെന്നും അപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസ് ചെയ്യുന്നതിന് തപാൽ ചാർജിന് പുറമെ 200 രൂപ ഫീസ് കൂടി നിശ്ചയിക്കണമെന്നും ഗതാഗത കമ്മീഷണർ അഭ്യർത്ഥിക്കുകയുണ്ടായി. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും മോട്ടോർ വാഹന വകുപ്പ് നൽകി വരുന്ന ലാമിനേറ്റഡ് കാർഡ് അഥവാ ബുക്ക് അഥവാ പേപ്പർ രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ PVC G കാർഡ് എന്ന രൂപത്തിൽ നൽകുന്നത് സംബന്ധിച്ച് താഴെ പറയും പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ഒന്നാമത്തെ കാര്യം, 20/4/2023 മുതൽ പുതുതായി നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ എല്ലാം തന്നെ PVC G കാർഡ് രൂപത്തിലായിട്ടുള്ളവയായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള ലൈസൻസ് കാർഡ് ഉടമകൾ PVC G കാർഡ് രൂപത്തിലേക്ക് മാറുന്നതിന് സാരഥി സോഫ്റ്റ്വെയറിലെ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ വഴി ഓൺലൈനായി റീപ്ലേസ്മെൻറ്റ് ചാർജായി 200 രൂപയ്ക്ക് പുറമെ സർവീസ് ചാർജും തപാൽ ചാർജും അടച്ച് ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പുതിയ രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ തപാൽ വഴി ലൈസൻസ് ഉടമയ്ക്ക് ഒരാഴ്ചക്കകം അയക്കേണ്ടതാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം പറയുമ്പോൾ നാലാമത്തെ കാര്യം പറയുന്നത് 31/3/2024, അതായത് അടുത്തൊരു ഫിനാൻഷ്യൽ ഈ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്ന ആ ഒരു മാസം 31/3/2024 നിലവിലുള്ള ലൈസൻസുകൾക്ക് പകരം പുതിയ രൂപത്തിലുള്ള ലൈസൻസുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള 1000 രൂപ ഫീസ് ഈടാക്കേണ്ടതില്ല. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു 1000 രൂപ, നമ്മൾ പല ന്യൂസുകളും കണ്ടുന്ന 1300 രൂപ എക്സ്ട്രാ ആയിട്ട് വരുമെന്നുള്ളതാണ്. ഈ ഒരു ഫീസും കൂടി നമുക്കൊരു അഡീഷണൽ ആയിട്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി മറ്റു ഉയർന്നു വന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കുന്നത് നമ്മൾ എടുത്തിരുന്നില്ലെങ്കിൽ, ഈ ഒരു ലൈസൻസ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വർഷത്തിൽ നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 1100 1200 രൂപ എക്സ്ട്രാ കൊടുത്ത് നമ്മൾ പിന്നെയും ഈ ഒരു കാർഡ് ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് പോലെയുള്ള നിയമ നടപടികൾ നമുക്ക് നേരിടേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഗൈസ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാർഡിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ, അതൊന്ന് പറഞ്ഞുതരാം. ഈ കാർഡിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു 8ഓളം ഒരു സുരക്ഷാ ഫീച്ചേഴ്സ് നമുക്ക് കാർഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സീരിയൽ നമ്പർ, UV എംബ്ലംസ്, ഗില്ലോച്ച് പാറ്റേൺ, മൈക്രോ ടെക്സ്റ്റ്, ഹോട്ട് സ്റ്റാമ്പ്ഡ് ഹോളോഗ്രാം, ഒപ്റ്റിക്കൽ വേരിയബിൾ ലിങ്ക്, QR കോഡ് എന്നിങ്ങനെ ഒരു 8ഓളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഒരു കാർഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്രയും സുരക്ഷാ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ ഒരു കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഗൈസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സ്പീഡാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയി എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ടൈം വിലപ്പെട്ടതാണ്. നിങ്ങൾ ആ ഒരു ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, ഇതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കയറി ഡയറക്റ്റ് M പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കും. M പരിവാഹൻ സെർച്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന പരിവാഹൻ സേവ ഈ ഒരു സൈറ്റിലേക്ക് കയറുക. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ത്രീ ഡോട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് നെയിം ഫസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. കേരള.
സെർച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, റിന്യൂവൽ ഓഫ് DL, ചേഞ്ച് ഓഫ് അഡ്രസ്സ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് DL, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ്. റീപ്ലേസ്മെൻറ്റ് ഓഫ് DL ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണെങ്കിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാം ഇതിനകത്ത് വായിച്ചു കൊടുത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് DL നമ്പർ എന്ന് പറയുന്ന നമ്പറുണ്ട്. ഇതൊരു നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ടോപ്പിലായിട്ട് ഒരു നമ്പർ എന്ന് പറഞ്ഞുണ്ടാവും. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. 32 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുണ്ട്. ആ നമ്പർ ഫസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്യുക, പിന്നെ ഒരു ക്യാപ്ച അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്ച കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതെല്ലാം ടൈപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗെറ്റ് DL എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. അത് നമ്മൾ ഒന്നുകൂടെ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 3-4-5 സ്റ്റെപ്പ് ഉണ്ട് ഇതുപോലെ തന്നെ. നമ്മളെല്ലാം സിമ്പിളായിട്ട് വായിച്ചു കൊടുത്തിട്ട് എൻ്റർ അടിച്ച് നെക്സ്റ്റ് ചെയ്ത് പോയാൽ മതി. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് 200 രൂപയുടെ ഒരു പേയ്മെൻറ്റും കൂടെ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരാഴ്ചക്കകം വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ഇത്രയുള്ള ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാം. ഞാൻ എല്ലാം ചെയ്ത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ട്. മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെല്ലാം ചെയ്ത് നമുക്ക് വീഡിയോ ഒരു കൂടുതൽ ടൈമിലേക്ക് ലോങ് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും, കുറച്ചെങ്കിലും കാര്യങ്ങൾ ഒരു പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു വ്യൂവർ ആണെങ്കിൽ നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈക്കിൻ്റെ പുതിയ ഇറങ്ങുന്ന ടൂ വീലേഴ്സിൻ്റെ എസ്പെഷ്യലി നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബൈക്കുകളുടെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും പിന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻഫോർമേറ്റീവ് ആയാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വ്യൂവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ട്രാവലിംഗ് ഓർ ബൈക്ക് റിലേറ്റഡ് വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ദാൻ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ജിക്സ പൈലറ്റ്. താങ്ക് യു.